ഇപ്പോൾ PC ജോർജിന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയം കോൺഗ്രസും 6 അംഗങ്ങളുള്ള മാണി സംയുക്തമായി 2.5 വർഷം വെച്ച് ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റ് സ്ഥാനം വീതം വെച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാനുമായി ബന്ധമില്ലെങ്കിലും സത്യം നിങ്ങളോട് പറയുന്നു. ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസ് 8 അംഗങ്ങളുള്ള കോൺഗ്രസിനും അടുത്ത 2.5 വർഷം 6 അംഗങ്ങളുള്ള മാണിക്കും എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പാർട്ടി DCC പ്രസിഡൻ്റായി പ്രഖ്യാപിച്ചു. അപ്പോൾ DCC പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തുടരുന്നത് ശരിയല്ല എന്ന അഭിപ്രായം മാണി ഗ്രൂപ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 14 പേരും കൂടി ചർച്ച ചെയ്ത് മാണിയുടെയും മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും അനുവാദത്തോടുകൂടി DCC പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനും മറ്റൊരു കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനിച്ചു എന്ന് മാത്രമല്ല 14 പേരും ഒപ്പിട്ട് അംഗീകരിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ ആൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് അറിഞ്ഞിരുന്നത്. ഞങ്ങളെ അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ്. അദ്ദേഹം വിളിച്ച് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർക്കും സൈഡല്ല. ഞങ്ങൾ ജനപക്ഷം 2-3 മുന്നണിയിലും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമില്ല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു. ഇന്ന് രാവിലെ CPMൻ്റെ 6 മെമ്പർമാരും മാണിയുടെ 6 മെമ്പർമാരും ചേർന്നുകൊണ്ട് മാണിയുടെ കുറളങ്ങിയാട് മെമ്പറെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിപ്പരം ഒരു വഞ്ചന, കുതികാലുവെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാനുണ്ട്. മാണിയും മകനും ഒളിവിലാണ്. അവരെവിടെയെന്നറിയില്ല. മാണിയും മകനും ഒളിവിലാണെന്ന് മാത്രമല്ല, മാണിയുടെ പട്ട MLAമാർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ UDFന് വേണ്ടി നിൽക്കുന്നുവെന്നാണ്. അതാണ് ഞാൻ നിങ്ങളെ കാണാൻ തന്നെ ഇടയായത്. ജോസഫും മോൻസും റോഷിയും CFും UDF ആണ്, ഞങ്ങൾ UDF വിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാണിയുടെയും മകൻ്റെയും അനുവാദത്തോടുകൂടി കോൺഗ്രസിനെ കാലുവാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്തുണയോടുകൂടി വാങ്ങിയെടുത്ത നടപടിയെപ്പറ്റി ജോസഫിൻ്റെയും കൂട്ടരുടെയും അഭിപ്രായം എന്താണെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പറയണ്ടേ എന്താ ആഗ്രഹം, അവരുടെ തീരുമാനം. മറ്റൊരു പ്രശ്നമുണ്ട്. ഇടതുപക്ഷത്തുള്ളത് 6 CPMും 1 CPIയുമാണ്. ആ CPI രാഷ്ട്രീയ തീരുമാനമില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. രാഷ്ട്രീയ മാന്യത CPI പ്രകടിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ CPMൻ്റെ 6 മെമ്പർമാർ എങ്ങനെ മാണിക്ക് വോട്ട് ചെയ്തു? അത് CPM പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്, കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞുകൊണ്ടാണ്, അതോ ആരുടെ അനുവാദം CPMൻ്റെ അനുവാദമില്ലാതെയാണോ എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത CPM നേതൃത്വത്തിനുണ്ട്. അതിന് കാരണം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് CPM നേതാക്കന്മാരാണ്. ആ മാണിയുടെ വീട്ടിലെ നോട്ടെണ്ണുന്ന യന്ത്രത്തിലെ എണ്ണിയ നോട്ടുകൾ എത്ര എണ്ണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി തങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് CPMൻ്റെ നേതാക്കന്മാർ തുറന്നു പറയണം. അവിടാണ് പ്രശ്നം. ഇത് വെറുതെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ടെന്തെങ്കിലും ഇല്ലാതെ അങ്ങോട്ട് കൊടുക്കില്ലല്ലോ. അപ്പം മാണിയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന CPM, മാണിയുടെ അഴിമതിക്കെതിരെ എപ്പോഴും വാദോരാതെ പ്രസംഗിക്കുന്ന CPM, മാണിയുടെ നടപടികളെ എപ്പോഴും നിയമസഭയിൽ എതിർക്കുന്ന പിണറായി സഖാവ്, മാണി ഒരു അഴിമതിക്കാരനാണെന്ന് എപ്പോഴും വിളിച്ചു പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPM സെക്രട്ടറി തുറന്നു പറയണം. എങ്ങനെ നിങ്ങളുടെ 6 മെമ്പർമാർ മാണി വോട്ട് ചെയ്തു? വല്ലതും കിട്ടണമല്ലോ.
വൈസ് പ്രസിഡന്റ് സ്ഥാനമാണെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയും, പാർട്ടി രാഷ്ട്രീയ തീരുമാനം. ഇതല്ലല്ലോ. ഇന്നലെ വൈകുന്നേരം വരെ മാറ്റമില്ലല്ലോ. ഇന്ന് രാവിലെ 8:30 മണിക്കാണല്ലോ മാറ്റമുണ്ടായത്. എങ്ങനെ ഉണ്ടായി അറിയണ്ട ജനങ്ങൾക്ക്. അപ്പോൾ CPMൻ്റെ ലൈൻ എന്താണ്? CPM സമ്മതിച്ചോ? മാണി സ്വതസിദ്ധമായ ഒരു സ്വഭാവം എപ്പോഴും വളരും തോറും പിളരണം എന്ന് നിർബന്ധമുള്ള ആളാണ് മാണി. ഒരു പിളർപ്പിന് കാലമായി എന്ന് മാണിക്ക് തോന്നലുണ്ടെന്ന് എനിക്കറിയാം. മകനെ രക്ഷിക്കാൻ ഇനി പിളർപ്പല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും നമുക്കറിയാം. മാണി ആ പിളർപ്പിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ആ പിളർപ്പിൽ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ജനപക്ഷ പ്രവർത്തകരെന്ന നിലയിൽ PC ജോർജിന് പറയാനുള്ളത്. ഓക്കെ, ചോദ്യമൊന്നും ഇല്ലല്ലോ, സംശയം വല്ലതും ഉണ്ടോ? ഏതാ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പിളരാൻ മാത്രം ഇല്ലല്ലോ. ഇതെവിടെ ഇരിക്കുന്നു ഈ സാധനം? ഈ കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ആരിയ്ക്കുന്നു മാണിരൂഢത്തിൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി 3600 വോട്ടിനാണ് ജയിച്ചത്. അവിടെ BJP 4000 വോട്ടുള്ളത് 30,000 വോട്ടായി. ഞാൻ ഒരു പരിപൂർണ സ്വതന്ത്രനായി നിന്നതുകൊണ്ട് മാണിക്ക് അനുകൂലമായോ എതിരായോ എനിക്ക് പറയാൻ കഴിയാതെ പോയി. ഇല്ലെങ്കിൽ മാണി ഇത്തവണ നിയമസഭ വരില്ലായിരുന്നു. അത് പാലക്കാർക്കറിയാം. ഇനിയും മാണിയെ നിൽക്കട്ടെ, ഞാൻ ഇപ്പം ധൈര്യമുണ്ട് മാണി നിൽക്കട്ടെ. പാലായിൽ ദൈനിക പരാജയം മാണിക്ക് വാങ്ങിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം PC ജോർജിനുണ്ട്. പോരെ? പിന്നെ മാണിയുടെ മകനെ എവിടെ കൊണ്ട് ഒപ്പിക്കണം? നീ കരിയർ മുഴുവൻ മോശം. സരിതോത്സവം ഉൾപ്പെടെയുള്ള മാണിയുടെ മകനെ എങ്ങനെ രക്ഷിക്കാനാണ്? ആര് നോക്കിയാൽ രക്ഷപ്പെടും? കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതല്ലേ. ആ സ്ത്രീയുടെ പത്രസമ്മേളനം നിങ്ങളുടെ തിരുവനന്തപുരത്തെ പത്രക്കാർ തന്നെയല്ലേ 6-ാം പേജിൽ നിന്ന് ആ കാര്യമൊക്കെ എടുത്തത് ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു തരണം. നിങ്ങൾ ചെറുപ്പക്കാർക്ക് മറവി ഉണ്ടാകുന്നത്, എനിക്ക് മറവി ഇല്ലല്ലോ. അതുകൊണ്ട് മാണി ചെയ്യേണ്ട കേരള കോൺഗ്രസ് പിരിച്ചു വിടണം. മാണി പെൻഷൻ പറ്റിയായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതാണ് മര്യാദ. ഇവിടെ ഈയിടെ കർഷക മുന്നണി ഉണ്ടാക്കി. ആ കർഷക മുന്നണിയാണ് ഇപ്പോൾ ഈ പണി ചെയ്തിരിക്കുന്നത്. എനിക്ക് ചിരി വന്നത്. ഇവിടുത്തെ കത്തോലിക്കൻ മാത്രമാണോ ക്രിസ്ത്യാനി? മാണി എന്തൊരു വിവരം കേട്ടവന്. അയാളുടെ പ്രസ്താവനയിൽ വന്ന് കത്തോലിക്കൻ, കായില്ലാത്ത തോലിക്കനില്ലേ അന്നേരം? കത്തോലിക്കൻ മാത്രം ക്രിസ്ത്യാനിയുള്ളൂ. ഇവിടുത്തെ ജാക്കബറ്റ്സ് ഇല്ലേ ക്രിസ്ത്യാനിയല്ലേ? ഇവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയല്ലേ? ഇവിടുത്തെ മർത്തോമാക്കാർ ക്രിസ്ത്യാനിയല്ലേ? ഇവിടുത്തെ പെന്തിക്കോസുകാരൻ ക്രിസ്ത്യാനിയല്ലേ? ഇവരെല്ലാം കൃഷിക്കാരുമല്ലേ? ഇവിടെ കച്ചവടക്കാരില്ലേ? മുസ്ലിങ്ങളിൽ കർഷകനില്ലേ? മാണി പറയുന്ന കത്തോലിക്കൻ മാത്രം. ഏത് കത്തോലിക്കൻ? ഞാൻ ഒന്നാന്തരം കത്തോലിക്കനാണ്, റോമനാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് വിശ്വാസവഞ്ചന കാട്ടിയെന്ന് PC ജോർജ്.